ട്രേഡിംഗ് ഇന്ത്യയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ 50% റീട്രേസ്മെൻറ്റ് ഇത് ഇന്നലേക്ക് നമ്മൾ വരച്ചിട്ടില്ല. ഏകദേശം മാർക്കറ്റ് ഈ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ വരച്ചിട്ടതാണ് ഈ ഒരു റീട്രേസ്മെൻറ്റ് ഏരിയ. 50% ടു 618% ഏരിയയിലെത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടതാണ്. മാർക്കറ്റ് ഒരു റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റിവേഴ്സ് കൺഫേം ആകണമെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ നമുക്ക് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡ് കൺഫേം ആകത്തുള്ളൂ. മാർക്കറ്റ് എന്തായാലും ഇവിടെ നിന്നൊരു ചെറിയൊരു റിവേഴ്സ് കാണിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വരും ദിവസങ്ങളിൽ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം ഇതിന് മുകളിൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ജസ്റ്റ് ഇന്ന് ഒരു സപ്പോർട്ട് എടുത്തതേ ഉള്ളൂ. എങ്കിലും ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് വന്നാലേ ഒരു അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ഇനിയിപ്പം വെള്ളിയാഴ്ചയാണ്. നാളെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാർക്കറ്റിൽ മുകളിൽ അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ഇവിടെ നിന്ന് 50% റീട്രേസ്മെൻറ്റ് ഏരിയയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. അല്ല ഇവിടെ നിന്നൊരു റിജക്ഷനാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു റിവേഴ്സിലോട്ട് താഴോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെയെങ്കിലും കുറഞ്ഞത് എത്താൻ സാധ്യതയുണ്ട്. തിരിച്ച് താഴോട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഒരു ഹൈ കൂടെ ഇതിന് താഴെ ഒരു ലോവർ ഹൈ എടുത്തിട്ടേ താഴോട്ട് പോകത്തുള്ളൂ. ഈ ഒരു ഹൈ നമുക്ക് പ്രീവിയസ് ഹൈയിൽ നിന്ന് ഇവിടെ ഈ ഒരു ലോവർ ഹൈ ഡൗൺ ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു ലെവൽ വരുന്നതെന്ന് പറയുന്നത് 24,400 മുതൽ 24,488 വരെയാണ് ഈ ഒരു ലെവൽ വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി ഡിഫൻസ് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവായിട്ട്. നിഫ്റ്റി ഡിഫൻസ് ഒരു 0.19% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം പോസിറ്റീവാണ്. ചെറിയൊരു നെഗറ്റീവ് അല്ല, ഫ്ലാറ്റായിട്ടാണ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഉള്ളത്. ബാക്കി എല്ലാ സെക്ടറുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 0.47%, നിഫ്റ്റി ബാങ്ക് 0.45%, നിഫ്റ്റി FMCG 0.82%, നിഫ്റ്റി കൺസ്യൂമർ 0.57%, നിഫ്റ്റി IT 0.79%, നിഫ്റ്റി ഓട്ടോ 0.40%, നിഫ്റ്റി മെറ്റൽ 0.28%, നിഫ്റ്റി ഫാർമ 0.39%, നിഫ്റ്റി ഹെൽത്ത് കെയർ 0.32%, നിഫ്റ്റി റിയാലിറ്റി 1.41%, നിഫ്റ്റി മീഡിയ 2.13%, നിഫ്റ്റി ഇന്ത്യ ടൂറിസം 0.47% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും സ്ട്രോങ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് നിഫ്റ്റി മീഡിയ ആണ് 2.13%, പിന്നെ നിഫ്റ്റി റിയാലിറ്റി 1.41% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50ൽ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറ്റേണൽ 2.48%, ശ്രീറാം ഫിനാൻസ് 2.01%, കൊട്ടക് മഹീന്ദ്ര 1.82%, ITC 1.72%, ബജാജ് ഫിനാൻസ് 1.3%, ആക്സിസ് ബാങ്ക് 1.30%. ഈ 6 സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടത്. ടോപ്പ് ലോസേഴ്സിൽ വന്നിട്ടുള്ളത് ടാറ്റ കൺസ്യൂമർ, ഹിൻഡൽകോ, ഇന്റർഗ്ലോബ് ആവിയേഷൻ, HCL ടെക്നോളജീസ്, പിന്നെ നെസ്ലെ ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്. ഈ 6 സ്റ്റോക്കുകളാണ് നെഗറ്റീവായിട്ട് ടോപ്പ് ലോസേഴ്സിൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,227 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,300-310 ലെവലിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ നമുക്ക് ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇൻട്രാഡേയിൽ. കൃത്യമായിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ വന്നിട്ടുള്ളത്. ഇൻട്രാഡേയിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. വലിയ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് ഇടയ്ക്ക് ചെറിയൊരു സ്പൈക്ക് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സെൻസെക്സിൽ ചെറിയൊരു സ്പൈക്ക് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സെൻസെക്സിൻ്റെ എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ട് അവസാന മണിക്കൂറുകളിൽ വലിയ മൂവ്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. നാളത്തെ ലെവലും സെയിം ലെവൽ തന്നെയാണ്. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ടായാൽ തന്നെയും അത്ര കാര്യമാക്കേണ്ട, കാരണം ഇനി അടുത്തൊരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുള്ളത് 310 ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണ്, ഈ ഒരു ലെവൽ 24,227 അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് മുകളിൽ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,310 താഴോട്ട് ഈ ഒരു ഏരിയ താഴോട്ട് 15 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു നെഗറ്റീവ് ഇതിലോട്ട് 24,112 പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,231 ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെ, ഈ ലെവലിന് താഴെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് ഇതിന് മുകളിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതിന് മുകളിൽ അടുത്തൊരു ഹൈയും ഇതിന് മുകളിൽ അടുത്തൊരു ലോയും വരികയാണെന്നുണ്ടെങ്കിൽ എന്തോന്നു നമുക്ക് ഇവിടെ നിന്ന് ഈ ലോയ്ക്ക് ശേഷം ലോവർ ലോ ഒന്ന് അടുത്ത ഹയർ ലോ വരും. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും മുകളിലത്തെ സോണാണ് ഈ ഒരു സോണ്. മുകളിലത്തെ റെസിസ്റ്റൻസ്, താഴത്തെ സപ്പോർട്ടിലോട്ട് എത്തിയില്ല. തൊട്ട് മുകളിൽ നിന്നാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുള്ളത്. പക്ഷേ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൊത്തത്തിലൊരു സൈഡ് വൈസ് ഈ 2 ക്യാൻഡിൽ മാത്രമാണ് ഇന്ന് ഒരു സ്പൈക്കായിട്ട് വന്നിട്ടുള്ളത്. അതിപ്പം ഓൾറെഡി ഇന്നലത്തെയും ഇന്നത്തെയും ന്യൂസുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെബി ഓൾറെഡി 2 കമ്പനികളെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 സെൻസെക്സിൻ്റെ എക്സ്പയറിയിലും അവർ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സ്പൈക്കുകൾ. സെയിം അതേ 2 സ്പൈക്കാണ് ഇന്നും വന്നിട്ടുള്ളത്. എന്തായാലും സെബി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നാളത്തെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ CPR ആണ്, നാരോ CPR ആണ്. 24,225 മുതൽ 24,229 വരയ്ക്കും 4 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. CPRന് തൊട്ട് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 24,270 മുതൽ 24,276 വരെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 24,308 തൊട്ട് 24,317 വരെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. താഴോട്ട് ഒരു സപ്പോർട്ടേ വരച്ചിട്ടുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. താഴോട്ടുള്ള ലെവൽസ് 24,180 തൊട്ട് 24,189 വരയ്ക്കാണ് താഴത്തെ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. മുകളിലോട്ട് 2 റെസിസ്റ്റൻസും താഴോട്ടൊരു സപ്പോർട്ടും മാത്രമേ ഉള്ളൂ. നമുക്കടുത്ത് സെൻസെക്സ് നോക്കാം. സെൻസെക്സിൻ്റെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 77,490 തൊട്ട് 77,523 വരേക്കാണ് സെൻസെക്സിൻ്റെ CPR നാളെ വരുന്നത്. നേരെ CPR ആണ്. ഇന്നത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിൽ കൃത്യമായിട്ട് മുകളിലത്തെ ആ ഒരു ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് പോകാൻ തോന്നുന്നു. ഓക്കെ, മുകളിലത്തെ റെസിസ്റ്റൻസ് മാത്രമേ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. CPRൻ്റെ മുകളിലാണ്, ഇന്നത്തെ CPRൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. CPR സെൻസെക്സിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 77,643 മുതൽ 77,669 വരെയാണ് സെൻസെക്സിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 77,747 മുതൽ 77,779 വരെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ്. താഴത്തെ സപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 77,377 മുതൽ 77,460 വരെയാണ് ഫസ്റ്റ് സപ്പോർട്ട്. ഇതിലും ഒരു സപ്പോർട്ടേ വരച്ചിട്ടുള്ളൂ CPRന് താഴെ. ബാങ്ക് നിഫ്റ്റി നോക്കാം.
ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു വൈഡ് ഇല്ല, 520 തൊട്ട് 566 നാരോ CPR തന്നെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്നത്. 57,520 മുതൽ 57,566 വരെയൊക്കെയാണ് CPR വരുന്നത്, ബാങ്ക് നിഫ്റ്റിയുടെ CPR. മുകളിലുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് 57,644 തൊട്ട് 57,676 വരെയാണ് ഫസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരിക. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 57,803 തൊട്ട് 57,835 വരെയാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. CPRന് താഴെ വരുന്ന സപ്പോർട്ട് 57,360 മുതൽ 57,383 വരെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നാളെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.